ഹായ്, ഇന്ന് ഡേ 9. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിനകത്ത് വളരെ വലിയൊരു ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഫ്ലൂയിഡ്സിലെ മേജർ ടോപ്പിക്സ് എന്താണ്, ഒപ്പം അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറെ ഡെറിവേഷൻസ് ആണ്. പക്ഷെ എൻട്രൻസ് ആണ്, സോ നമുക്ക് ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് വി നീഡ് ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് ആദ്യം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ, ഒഴുകാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത്. ആ കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നത്? ലിക്വിഡ്സും ഗ്യാസും. ഇവർ രണ്ടുപേരും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. ഒരു ഫ്ലൂയിഡിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ. ഒന്ന് പ്രഷർ, എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്നത് ഏത് പ്രഷർ, ഏത് ഫോഴ്സ് ആണ്? വി ആൾവേസ് ടേക്ക് നോർമൽ ഫോഴ്സ്. എന്താ നോർമൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ്. പെർപെൻഡിക്കുലർ ഫോഴ്സിന് ഒരു ഇരട്ട പേര് കൂടി ഉണ്ട്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ത്രസ്റ്റ്. അപ്പൊ ത്രസ്റ്റ് ബൈ ഏരിയ ആണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡയമെൻഷൻ ഫോമിൽ എഴുതാനും നിങ്ങൾക്ക് അറിയായിരിക്കും. മറ്റൊരു ടേം ആണ് ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയത്തിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഡെൻസിറ്റിയിൽ തന്നെ വേറൊരു ടേം ഉണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി. എന്താ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ? ബന്ധുന്ന അല്ല അല്ലേ? റിലേറ്റീവ് എന്ന് വെച്ചാൽ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് ഒരാളുടെ ഡെൻസിറ്റിയെ മറ്റൊരാളുടെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുക. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി ഏത് ടെമ്പറേച്ചറില? 4 ഡിഗ്രി സെൽഷ്യസിനാണ് അല്ലെ? അപ്പോ റിലേറ്റീവ് ഡെൻസിറ്റി കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ആൻഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിന്റെ ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് രണ്ടെണ്ണം പറഞ്ഞുതരാം. അതായത് ഞാൻ എന്റെ കയ്യിൽ 2 ലിക്വിഡ്സ് ഉണ്ട്. M1 മാസ് ഉള്ള ലിക്വിഡും അതിന്റെ ഡെൻസിറ്റി ρ1, അതുപോലെ M2 മാസ് ഉള്ള ലിക്വിഡ് വിച്ച് ഈസ് ഹാവിംഗ് എ ഡെൻസിറ്റി ρ2. എന്നിട്ട് ഈ 2 ലിക്വിഡ്സ് കൂടി ഞാൻ മിക്സ് ചെയ്തു. അപ്പൊ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു ഡെൻസിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഡെൻസിറ്റി ഓഫ് ദി മിക്സ്ചർ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ മാസസ് ഏതൊക്കെയാ? M1 പ്ലസ് M2 അല്ലെ? മാസ് ബൈ വോളിയം എന്നല്ലേ ഫോർമുല. അപ്പൊ M1 പ്ലസ് M2 ഇസ് ദി മാസ്. ദെൻ വോളിയം. വോളിയം കാണുന്ന ഫോർമുല നമുക്കറിയാം, നമുക്ക് ഡെൻസിറ്റി കാണുന്ന ഫോർമുല M ബൈ V ആണ്. അപ്പൊ വോളിയം കാണുന്ന ഫോർമുല എന്തുവരും? M ബൈ റോ എന്ന് വരും അല്ലെ? അപ്പോ M1 ബൈ ρ1 പ്ലസ് M2 ബൈ ρ2. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഡെൻസിറ്റി ഓഫ് എ മിക്സ്ചർ. ഓക്കെ, മിക്സ്ചറിന്റെ ഡെൻസിറ്റി കാണാൻ ഇങ്ങനെയാണ് ഫോർമുല ഉപയോഗിക്കുന്നത്. ഇനി അതേസമയം ഡെൻസിറ്റിക്ക് പകരം വോളിയവും തരാലോ. അങ്ങനെയാണെങ്കിൽ V1 വോളിയം ഓഫ് ഡെൻസിറ്റി ρ1 ആൻഡ് V2 വോളിയം ഓഫ് ഡെൻസിറ്റി ρ2. അങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ വോളിയം, ടോട്ടൽ ഡെൻസിറ്റി എങ്ങനെ കണ്ടെത്തും? ഡെൻസിറ്റി ഓഫ് ദി മിക്സ്ചർ ഇസ് ഈക്വൽ ടു, ഇവിടെ മാസ് അല്ലേ വരേണ്ടത്? മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് V ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ρ ഇൻറ്റു V. അപ്പോ ρ1 V1 പ്ലസ് ρ2 V2 divided by what is the total volume? V1 plus V2. ക്ലിയർ ആയോ പറഞ്ഞത്? ഇങ്ങനെ നമുക്ക് മിക്സ്ചറിന്റെ വോളിയം കണ്ടെത്താൻ, ഡെൻസിറ്റി കണ്ടെത്താനായിട്ട് നമുക്ക് ഈ 2 ഫോർമുല യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നിങ്ങൾ മാറി മാറി യൂസ് ചെയ്യുക. ഇതിനകത്ത് ഡാം കണ്ടിട്ടില്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ, എല്ലാരും ഡാം കണ്ടിട്ടുണ്ട്. ഈ ഡാമിന്റെ മുകളിൽ അത് വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ അവിടുന്ന് താഴേക്ക് 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 പോകുമ്പോ പ്രഷർ കൂടുമോ പ്രഷർ കുറയുമോ? എല്ലാവർക്കും അറിയാം, താഴേക്ക് താഴേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡാമിന്റെ ബോട്ടം പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? വണ്ണം കൂട്ടി നിർമ്മിക്കുന്നത്, ഡാം നിർമ്മിക്കുന്ന സമയത്ത്. അപ്പോ താഴെ വണ്ണം കൂട്ടി നിർമ്മിക്കാൻ കാര്യം താഴെയാണ് പ്രഷർ ഏറ്റവും കൂടുതൽ. അപ്പോ ആ പ്രഷർ കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് സപ്പോസ് ദിസ് ഈസ് എ ലിക്വിഡ്. അപ്പൊ എനിക്കിത് ഈ പോയിന്റ്, ഒരു സർഫസിൽ നിന്നും ഒരു h ഹൈറ്റ് ഉള്ള ഈ പോയിന്റ് P എന്ന് വേണമെങ്കിൽ പേരിട്ടോളൂ. ആ പോയിന്റ് Pയിലുള്ള പ്രഷർ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ദി അറ്റ്മോസ്ഫിയർ പ്രഷർ ഇസ് PA, അറ്റ്മോസ്ഫിയർ പ്രഷർ PA ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇവിടെയുള്ള പ്രഷർ P കണ്ടെത്താനായിട്ട് ഈ PA പ്രഷറിനോടൊപ്പം ρg
എച്ച് കൂടി ആഡ് ചെയ്യുക, റോ ജി എച്ച് കൂടി ആഡ് ചെയ്യുക. അതായത് ആ ഒരു എമൗണ്ട് എക്സ്ട്രാ പ്രഷർ കൂടി അവിടെ അനുഭവിക്കും, താഴേക്ക് പോകും. അപ്പൊ എച്ച് കൂടുന്നതനുസരിച്ച് ആ പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടി വരും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ റോ ജി എച്ചിനെ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ എന്നറിയപ്പെടാറുണ്ട്. സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി എക്സസ് പ്രഷർ, എക്സ്ട്രാ അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറാണ് ഈ റോ ജി എച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ലോ ഉണ്ട്. ഏതായിരുന്നു അത്? പാസ്കൽസ് ലോ. നമ്മൾ രാവിലെ പല്ല് തേക്കാൻ എടുക്കുമ്പോൾ പേസ്റ്റ് പിതുക്കുന്നതിന് തൊട്ട് അവിടുന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. സോ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണ് പാസ്കൽസ്. സോ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഇസ് എ ഫ്ലൂയിഡ് സിസ്റ്റം, അതിലേക്ക് ഞാനൊരു പ്രഷർ പി അപ്ലൈ ചെയ്യുന്നു. സപ്പോസ് ദിസ് ഇസ് എ പോയിന്റ്, ബി പോയിന്റ് ആൻഡ് സി പോയിന്റ്. Then pressure at A will be equal to pressure at B will be equal to pressure at C. Or pressure കാണുന്ന ഫോർമുല എന്താ? ഫോഴ്സ് ബൈ ഏരിയ. So force at A by area of A will be equal to force at B by area at B is equal to force at C divided by area of C. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് നമ്മൾ ഏതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാസ്കൽസ് ലോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യം. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? നമ്മള് ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫ്ലൂയിഡ് ഫ്ലോയെ പറ്റിയിട്ടാണ്. ഫ്ലൂയിഡ് ഫ്ലോ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഫ്ലോ ആണുള്ളത് അല്ലെ? ഒന്നെന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ, ഒന്ന് ടർബുലന്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോ ഇങ്ങനെ എടുത്തിട്ട്, സപ്പോസ് ദർ ഇസ് എ പോയിന്റ് എ. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടി എപ്പോൾ ആ ഫ്ലൂയിഡ് കടന്നു പോയാലും ആ പോയിന്റിൽ കൂടി പോകുമ്പോൾ അത്രയും അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ്. സപ്പോസ് ഇവിടെ കൂടിയുള്ള വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എപ്പോഴും എ എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുമ്പോൾ, ആ ഫ്ലൂയിഡ് കടന്നു പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അങ്ങനെ ഓരോ പോയിന്റിലെയും വെലോസിറ്റി മാറാതെ നിന്ന് കഴിഞ്ഞാൽ അത്തരം ഫ്ലൂയിഡ് ഫ്ലോയെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ടർബുലന്റ് ഫ്ലോ. നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, അതിന്റെ വെലോസിറ്റി ഇങ്ങനെ ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ടർബുലന്റ് ഫ്ലോ. ഒരു ഫ്ലോ ടർബുലന്റ് ആണോ അല്ല ഇത് സ്ട്രീം ലൈൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഉണ്ട്, റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ ഇത്രേ ഉള്ളൂ. അതായത് റെയ്നോൾഡ്സ് നമ്പർ 1000-ഓ 1000-ന് താഴെയോ ആണെങ്കിൽ അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. അല്ല 2000-ഓ 2000-ന് മുകളിലോ ആണെങ്കിൽ അതൊരു ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ട് ഒരു 1000-നും 2000-നും ഇടയിലാണെങ്കിലോ, അങ്ങനെ 1000-നും 2000-നും ഇടയിലാണെങ്കിൽ ദാറ്റ് വിൽ, നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് നെയ്തർ സ്ട്രീം ലൈൻ നോർ ടർബുലന്റ്. അപ്പൊ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ 1000-നും 2000-നും ഇടയിലാണ് റെയ്നോൾഡ്സ് നമ്പർ വരുന്നതെങ്കിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വേറെ ഒന്നും അല്ലടേ, നമ്മൾ സാധാരണ ഓസില് വെള്ളം ചെടികൾക്ക് അടിക്കാറുണ്ടല്ലോ. അങ്ങനെ ഓസില് ഇപ്പൊ ഒരു ചെടി അങ്ങ് ദൂരോട്ട് നിൽക്കുകയാണെങ്കിൽ, കുറച്ച് ദൂരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഹോസിന്റെ വാവട്ടം അല്ലെ, ആ ഹോള് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ വിരൽ കൊണ്ട് അടച്ചു പിടിക്കും. അപ്പൊ അതിന്റെ ഏരിയ എന്ത് ചെയ്യണം? അവിടെ കുറയുകയാണ്. അപ്പൊ ഏരിയ കുറയുമ്പം ആ വെള്ളത്തിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ ഏരിയ കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറയും, അല്ല എങ്കിൽ ഏരിയ കുറയുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? A1 V1 is equal to A2 V2. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെറിവേഷൻ ആയിട്ടൊക്കെ പഠിക്കുന്ന സാധനമാണ്, പക്ഷെ നമുക്ക് ഇവിടെ ഡെറിവേഷൻ ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരെണ്ണം കൂടിയുള്ളത് ബെർണോളിസ് ഇക്വേഷൻ ആണ്. ബെർണോളിസ് ഇക്വേഷൻ ഓൾറെഡി മേജർ ഡെറിവേഷൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ബെർണോളിസ് ഇക്വേഷൻ ആ ഡെറിവേഷൻ ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാവുന്നതാണ്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇക്വേഷൻ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. എന്തായിരുന്നു ലാസ്റ്റ് ഇക്വേഷൻ? P പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, P എന്ന് വെച്ചാൽ പ്രഷർ. ഈ റോ ജി എച്ച് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? റോ ജി എച്ച് ഉണ്ട്, നമ്മൾ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്, ഗേജ് പ്രഷർ. അല്ലാതെ എവിടെയെങ്കിലും ഈ റോ ജി എച്ച് മറ്റ് സിമിലാരിറ്റി ഉള്ള എന്തെങ്കിലും, ദാറ്റ് ഇസ് എം ജി എച്ച്, അത് കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ? എം ജി എച്ച്. ഇനി
ഹാഫ് റോ വി സ്ക്വയർ നമ്മൾ കേട്ടില്ല, പക്ഷെ ഹാഫ് എം വി സ്ക്വയർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്തായിരുന്നു അതൊക്കെ? എം ജി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ എഴുതിയിരിക്കുന്ന എന്താ? റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. കാരണം എം ബൈ വി വരുമ്പോഴാണ് അത് റോ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ആൻഡ് വാട്ട് ഈസ് ഹാഫ് റോ വി സ്ക്വയർ? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും എനർജീസ് ആണ്, എനർജികളെ തമ്മിലാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം കിടക്കുന്ന ടേമും ഒരു എനർജി ടേം ആയിരിക്കില്ലേ? അതിനെയാണ് നമ്മൾ പ്രഷർ എനർജി എന്ന് വിളിക്കുന്നത്. സോ പ്രഷർ എനർജി, സം ഓഫ് പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ബെർണോളിസ് തിയറം ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ള ഒരു തിയറമാണ് ബെർണോളിസ് തിയറം. നമ്മൾ അതിന് കുറച്ച് ആപ്ലിക്കേഷൻ ഒക്കെ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ടോറിസെല്ലിസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ലേ, അത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. വെഞ്ചൂരി മീറ്റർ നമ്മൾ പഠിക്കുന്നില്ലേ, അത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ നമ്മൾ സ്പിന്നിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ എയറോഫോയിൽ എന്ന് പറയുന്ന ടേം നമ്മൾ പഠിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കാർബുറേറ്റർ, സ്പ്രേയർ, അതിലൊക്കെ നമ്മൾ ഏതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്? ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോറിസെല്ലിസ് ഇക്വേഷന്റെ കാര്യം ഒന്ന് നോക്കാം. എന്തിനാ ടോറിസെല്ലിസ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? എഫ്ലക്സിന്റെ വെലോസിറ്റിക്കാണ്, അല്ലേ? എഫ്ലക്സിന്റെ വെലോസിറ്റി എന്താ? എഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയ ടാങ്ക് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോളിൽ കൂടി വെള്ളം പുറത്തേക്ക് വരും, അല്ലെ? അപ്പൊ ആ വാട്ടർ പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്, അതിനെയാണ് എഫ്ലക്സ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ സപ്പോസ് ദിസ് ഈസ് ദി ടാങ്ക് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഹോൾ ഇട്ട് കൊടുക്കും നമ്മൾ പറഞ്ഞില്ലേ, ആ ഹോളാണ് ഇതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ കൂടി പുറത്തേക്ക് വരുന്ന അതിന്റെ വെലോസിറ്റി ആണ് നമ്മൾ എഫ്ലക്സ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആ വെലോസിറ്റി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല √2gh എന്ന് പറയുന്ന ഫോർമുലയാണ്. √2gh എന്ന് പറയുന്ന ഫോർമുല. സപ്പോസ് ഇവിടുത്തെ ഏരിയ, ഈ ഓറിഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഏരിയ എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ വോളിയം പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. വോളിയം പെർ സെക്കൻഡ്, പെർ ടൈം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വോളിയം പെർ ടൈം അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല, ഇവിടുത്തെ ഏരിയ എത്ര? എ ഇൻറ്റു √2gh. h എന്ന് പറഞ്ഞാൽ ഇതോട്ട് ഇതുവരെയുള്ള ഹൈറ്റ് ആണ് h എന്ന് പറയുന്നത്. സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആണ് h എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വോളിയം പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് വോളിയം എന്നൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സോ അങ്ങനെ റേറ്റ് ഓഫ് വോളിയം എത്ര മാത്രം അവിടുന്ന് പുറത്തേക്ക് പോയി എന്നുള്ളതൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് എ ഇൻറ്റു √2gh എന്ന് പറയുന്ന ഫോർമുല. അപ്പൊ ഇത്രയൊക്കെയാണ് ടോറിസെല്ലിസ് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെഞ്ചുരി മീറ്റർ ആണ്. വെഞ്ചുരി മീറ്റർ നമ്മൾ സാധാരണ ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ആ ഫ്ലൂയിഡിന്റെ സ്പീഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വെഞ്ചുരി മീറ്റർ എന്ന് പറയുന്നത്. സോ വെഞ്ചുരി മീറ്റർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അതൊരു വലിയൊരു ഏരിയയും പിന്നെ വണ്ണം കുറഞ്ഞ ഒരു ഏരിയയും വീണ്ടും വണ്ണം കൂടിയ ഒരു ഏരിയ, അങ്ങനെയാണ് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഫസ്റ്റത്തെ ഈ വലിയ ഏരിയയുടെ ഏരിയ A1, ഈ ചെറിയ സ്ഥലത്തെ ഏരിയ A2. ഓക്കെ, അപ്പൊ ഇവിടെ കൂടി ഒഴുകുന്ന നമ്മുടെ ഫ്ലൂയിഡിന്റെ സ്പീഡ് നമ്മൾ അതിനെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വിളിക്കും. സോ ദ റേറ്റ് ഓഫ് ഫ്ലോ Q കണ്ടെടുത്താനായിട്ട് നമുക്ക് യു ക്യാൻ യൂസ് ദി ഫോർമുല A1 A2 ഇൻറ്റു √2gh ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതിൽ h എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെയും രണ്ടാമത്തെയും തമ്മിലുള്ള ഈ ലിക്വിഡ് കയറി നിൽക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ, ആ ഡിഫറൻസിനെയാണ് നമ്മൾ h എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു മെർക്കുറി മാനോമീറ്റർ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ നിന്നാണ് നമുക്ക് ആ ഹൈറ്റ് കാണാൻ പറ്റുന്നത്. സോ ആ h ഉപയോഗിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദ ഫോർമുല, റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല Q is equal to A1 A2 into √2gh divided by A1 square minus A2 square. So that is about Venturi meter. അപ്പൊ വെഞ്ചുരി മീറ്റർ ഉപയോഗിക്കുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് കണ്ടെത്താൻ, റേറ്റ് ഓഫ് ഫ്ലോ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഞ്ചുരി മീറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡിനകത്ത് ഉണ്ടാകുന്ന ഇന്റേണൽ ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പൊ വിസ്കോസിറ്റി കൂടിയ ഒരു ലിക്വിഡ് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഹണിയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. വാട്ടറിന്റെ വിസ്കോസിറ്റി കമ്പാരിറ്റീവ്ലി ലോ ആണ്.
അപ്പൊ വിസ്കോസിറ്റി ഒരു കട്ടി കൂടിയെന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതിന് ഏതൊരു വസ്തുവിന് ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ ഒരു സർഫസ് ആണെങ്കിൽ. അതേപോലെ നമ്മുടെ ലിക്വിഡ് ലെയർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ ലെയേഴ്സിനിടയിൽ ഇറ്റ് ക്രിയേറ്റ് സം frictional force. That internal friction is called a viscous force. ആ viscous force കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല F is equal to minus eta A into dV by dz. A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ആൻഡ് ഈറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. dV by dz ന്റെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുന്നത്. എന്താ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത്? ബിക്കോസ് നെഗറ്റീവ് സൈനോട് കൊടുക്കാൻ കാര്യം നമുക്കറിയാം, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിലും വിസ്കസ് ഫോഴ്സ് ആണെങ്കിലും എല്ലാം മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അതാണ് ഒരു നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ചു നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു റെയ്നോൾഡ്സ് നമ്പറിനെ പറ്റി. ആ റെയ്നോൾഡ്സ് നമ്പർ കണ്ടെത്താനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ റെയ്നോൾഡ്സ് നമ്പർ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് R is equal to rho into V into D divided by eta. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് യു ക്യാൻ ഫൈൻഡ് ദി റെയ്നോൾഡ്സ് നമ്പർ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് ഒരു ഫ്ലോ ലാമിനാർ ഫ്ലോ നമ്മള് സ്ട്രീം ലൈൻ ഫ്ലോ ആണോ അതോ ടർബുലന്റ് ഫ്ലോ ആണോ എന്നൊക്കെ പറയുന്നത് ഈ റെയ്നോൾഡ്സ് നമ്പർ നോക്കിയിട്ടാണ്. ഈ ചാപ്റ്ററിൽ വിസ്കസ് ഫോഴ്സ് കാണാനായിട്ട് നമ്മൾ ഒരു ഫോർമുല കൂടി പഠിക്കുന്നുണ്ട്. വിസ്കസ് ഡ്രാഗ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർമുല കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് F is equal to 6 pi eta R into V. അപ്പൊ ഈ ഫോർമുല കൂടി നമ്മൾ ചില ഇതിലൊക്കെ വിസ്കസ് ഡ്രാഗിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരു ബബിൾ മൂവി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് സ്ഫിയർ ഒരു റെയിൻ ഡ്രോപ്പ് മൂവി എന്നൊക്കെ നമ്മൾ പറയുന്ന കേസുകളിൽ സാധാരണ നമ്മൾ വിസ്കസ് ഡ്രാഗ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് 6 pi eta RV എന്ന് പറയുന്ന ഫോർമുല. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തിക്കാണ് മറ്റൊരു ടോപ്പിക്, ദാറ്റ് ഈസ് ടെർമിനൽ വെലോസിറ്റി. സോ ടെർമിനൽ വെലോസിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ഫ്ലൂയിഡ് മഴത്തുള്ളികൾ താഴേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ അതിനൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് പിന്നെ താഴേക്ക് വരുന്നത്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി കാണാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. അതിങ്ങനെയാണ്, ടെർമിനൽ വെലോസിറ്റി Vt is equal to 2r square into rho minus sigma into g divided by 9 eta. സോ ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി കണ്ടെത്തുന്നത്. അപ്പൊ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. റെയിൻ ഡ്രോപ്പ് പോലെയുള്ള അല്ലെങ്കിൽ സ്ക്വയർ നിങ്ങൾക്ക് ലിക്വിഡ് ഡ്രോപ്പ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ട് മാറും. ദാറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. അത് കാണാൻ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മറ്റൊരു ടേം കൂടിയുണ്ട്, സർഫസ് ടെൻഷൻ. അറിയായിരിക്കും നിങ്ങൾക്ക്. നമ്മളൊരു ലിക്വിഡിനെ എടുത്തു കഴിഞ്ഞാല് അകത്തിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ ടോട്ടൽ എല്ലാ സൈഡിലേക്കും അതിന് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ടോട്ടൽ ഫോഴ്സ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതേസമയം സർഫസിലിരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെ എപ്പോഴും താഴേക്ക് വലിക്കാൻ ആൾക്കാർ കാണും, പക്ഷെ മുകളിലേക്ക് വലിക്കാൻ ആൾക്കാരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സർഫസിലിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അകത്തേക്ക് ഒരു വലിവ്, അകത്തേക്ക് ഒരു ഫോഴ്സ് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ്, അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ദാറ്റ് ഫോഴ്സ് പെർ ലെങ്ത്. സോ സർഫസ് ടെൻഷൻ കാണുന്ന ഫോർമുല F by L എന്നതാണ്. ഫോഴ്സ് പെർ ലെങ്ത് എന്നതാണ് സർഫസ് ടെൻഷൻ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഇതിനകത്ത് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഇത് കഴിഞ്ഞിട്ട് പഠിക്കുന്നതായിട്ട്, അതായത് നമ്മുടെ ഡ്രോപ്പിന്റെയും ബബിളിന്റെയും അകത്ത് എക്സസ് പ്രഷർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പൊ ഡ്രോപ്പിൽ ഉണ്ടാകുന്ന എക്സസ് പ്രഷർ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല P is equal to 2s by r. ഡ്രോപ്പിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2s by r എന്നാണ്. അതേസമയം ബബിളിന്റെ കേസ്, ബബിൾ ആകുമ്പോഴത്തേക്കും പുറത്ത് ഒരു എയറും അകത്തും എയറാണ് ബബിളില്. അപ്പോ പക്ഷെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അകത്ത് ലിക്വിഡും പുറത്ത് എയറുമാണ്. അപ്പോ ഇതിന്റെ ഇരട്ടി പ്രഷർ ആയിരിക്കും, ആ എക്സസ് പ്രഷർ ആയിരിക്കും ആര് അനുഭവിക്കേണ്ടി വരുന്നത്? ബബിള് അനുഭവിക്കേണ്ടി വരുന്നത്. സോ ബബിളിലുള്ള എക്സസ് പ്രഷർ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല 4s by r എന്നായിരിക്കും. 4s by r എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. എക്സസ് പ്രഷറിന്റെ ഫോർമുലകളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അതിലും സർഫസ് ടെൻഷൻ ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഫോർമുല പഠിക്കുന്നത്. ഒരു സർഫസിൽ ഇരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് എക്സ്ട്രാ എനർജി കാണും. ദാറ്റ് എനർജി ഈസ് കോൾഡ് സർഫസ് എനർജി. സർഫസ് എനർജി കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. സർഫസ് എനർജി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ഏരിയ. സർഫസ് എനർജി കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് വർക്ക് ബൈ ഏരിയ. അത് വെച്ചിട്ടാണ് നമ്മൾ സർഫസ് എനർജിയെ കാണുന്നത്. ഇത് കൂടുതൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ചിലപ്പോൾ ഒരു തിൻ ഫിലിം കുറച്ച് വലുതാക്കി ചെറുതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അവിടെയൊക്കെയാണ് നമ്മൾ സർഫസ് എനർജി എന്ന് പറഞ്ഞ ടേമിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്.
ഇനി വരുന്നതാണ് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്ന ടേം. ആംഗിൾ ഓഫ് കോൺടാക്ടിന് മുന്നേ നിങ്ങൾക്ക് അറിയാം മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് രണ്ട് തരം മെനിസ്കസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് കോൺവെക്സ് മെനിസ്കസും ഒന്ന് കോൺകേവ് മെനിസ്കസും. കോൺവെക്സ് മെനിസ്കസ് സാധാരണ ആരാ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ പോലെയുള്ള എടുക്കുകയാണെങ്കിൽ ദേ പ്രൊഡ്യൂസ് കോൺകേവ് മെനിസ്കസ്. പക്ഷെ മെർക്കുറിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് കോൺവെക്സ് മെനിസ്കസ്. ഈ സർഫസും ഇവിടുത്തെ ടാൻജന്റും കൂടി നമ്മൾ വരച്ചിട്ട് അവിടെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്താൽ ദാറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് കോൺടാക്ട്. അതേപോലെ ഈ സർഫസും നമ്മുടെ ഈ സർഫസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ടാൻജന്റും ഈ സർഫസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടറിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് കുറവാണ്, മെർക്കുറിയുടെ ആംഗിൾ ഓഫ് കോൺടാക്ട് വളരെ കൂടുതലാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. നമ്മളൊരു ലിക്വിഡിനെ ഒരു കാപ്പിലറി ട്യൂബ് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം ഈ കാപ്പിലറി ട്യൂബ് വഴി മുകളിലേക്ക് കയറും. ആ എത്രത്തോളം ഹൈറ്റ് മുകളിലേക്ക് കയറിയിരിക്കുന്നോ, വാട്ടർ എത്രത്തോളം കാപ്പിലറി ട്യൂബിൽ കൂടി മുകളിലേക്ക് കയറി നിൽക്കുന്നോ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കാപ്പിലറി റൈസ് എന്ന് വിളിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതാണ്. ആ കാപ്പിലറി റൈസ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല H is equal to 2s cos theta by r rho g. സോ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താം? We can find the h ന്റെ വാല്യൂ കാണാനായിട്ട് ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. 2s cos theta by r rho g എന്ന് പറയുന്ന ഫോർമുല. ഇപ്പൊ ക്ലിയർ ആയാലോ? ഈ ചാപ്റ്ററിൽ നിന്നുള്ള കുറെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. മേജർ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: a soap bubble having radius 1 millimeter is blown from a detergent solution having a surface tension of 2.5 into 10 raised to minus 2 Newton per meter. The pressure inside the bubble equals at a point Z0 below the free surface of water in a container. Taking G is equal to 10 meter per second square, density of water is equal to 10 raised to 3 kilometer per meter square. The value of Z0 is. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഡിറ്റർജന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളേ. ഡിറ്റർജന്റിൽ നിന്ന് ഒരു സോപ്പ് ബബിൾ, നമുക്ക് അത് മാത്രം മതി. അപ്പൊ ഇവിടെ ബബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സോപ്പ് ബബിളിൽ ഒരു എക്സസ് പ്രഷർ നമ്മൾ പഠിച്ചതാണ്. സോപ്പ് ബബിളിൽ ഉണ്ടാകുന്ന ബബിൾ ആണല്ലോ, അപ്പൊ അതിലുണ്ടാകുന്ന എക്സസ് പ്രഷർ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 4s by r. ദാറ്റ് ഈസ് ദി ഫോർമുല 4s by r. ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇവിടത്തെ ഈ പ്രഷർ എന്ന് പറയുന്നത്, എക്സസ് പ്രഷർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് നമ്മൾ എടുത്തിട്ട് അതിലൊരു ഹൈറ്റ് h ഉണ്ടാകുന്ന ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷറിന് ഈക്വൽ ആയിരിക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് പോയിന്റ് Z0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ Z0 ബിലോ ദി സർഫസ് എന്നുള്ളതാണ്. അപ്പൊ Z0 എന്ന് പറയുന്നത് ആ ഹൈറ്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Z0 is the height. Z0 is the height. അപ്പൊ Z0 ഹൈറ്റിൽ ഉണ്ടാകുന്ന ആ പ്രഷർ, അതായത് ആ എക്സ്ട്രാ ഉണ്ടാകുന്ന ആ പ്രഷറിന് നമ്മുടെ എക്സസ് പ്രഷർ ഈക്വൽ ആയിരിക്കും എന്നതാണ്. നമുക്ക് ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ, ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് ഇവിടത്തെ കേസിൽ P is equal to PA plus rho g h എന്നാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ h ആണ് ഇവിടെ എത്രയും തന്നിരിക്കുന്നത്? Z0 തന്നിരിക്കുന്നത്. ആക്ച്വലി ഇതാണ് നമ്മുടെ എക്സ്ട്രാ പ്രഷർ എന്ന് പറയുന്നത്. ആ എക്സ്ട്രാ പ്രഷർ ആണ് ഇതെന്നും അല്ലെ, ഇതും എക്സസ് പ്രഷർ ആണ്. അങ്ങനെ നമുക്ക് ഈ രണ്ട് ടേംസിനെ കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ 4s by r is equal to 4s by r is equal to rho g Z0. നമുക്ക് ഇതിനകത്ത് ആരെയാണ് കണ്ടെത്താനുള്ളത്? Z0 ആണ് കണ്ടെത്താനുള്ളത്. സോ Z0 is equal to 4 into സർഫസ് ടെൻഷൻ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സർഫസ് ടെൻഷൻ is taken as 2.5 into 10 raised to minus 2 divided by r റേഡിയസ് അല്ലെ. അവിടെ റേഡിയസ് പറഞ്ഞിട്ട് 1 millimeter. 1 millimeter നമ്മൾ എന്താക്കി മാറ്റണം? മീറ്ററിലേക്ക് കൊണ്ടുവരണം. That is 10 raised to minus 3. 1 into 10 raised to minus 3 is 10 raised to minus 3 into g rho എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി is 10 raised to 3 into what is g is acceleration due to gravity. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞത് 10 ആയിട്ട് എടുത്തോളാം. So that is 10. 2.5 into 4 എന്ന് പറയുന്നത് 2.5 into 4 is 10 അല്ലെ, into 10 raised to minus 2 divided by 10 raised to 3 and 10 raised to plus 3 minus 3 cancel ആയി. What is remaining? 10. അപ്പൊ 10 and 10 cancel ആയി. What is remaining? 10 raised to minus 2. അത്രയും മീറ്റർ എന്ന് കിട്ടും. 10 raised to minus 2 മീറ്റർ എന്ന് പറഞ്ഞൊരു ആൻസർ അവിടെ ഇല്ല, എല്ലാം സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. 10 raised to minus 2 മീറ്റർ എന്ന് പറയുന്നതല്ലേ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്? കാരണം 1/100 അല്ലേ, 1 സെന്റിമീറ്റർ by 100 ചെയ്യുമ്പോഴല്ലേ 10 raised to minus 2 മീറ്റർ എന്ന് കിട്ടുന്നത്.
അപ്പോൾ 1 സെന്റിമീറ്റർ ആണ് 10⁻² മീറ്റർ എന്ന് പറയുന്നത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A small hole of area of cross section 2 millimeter square is present near the bottom of a fully filled open tank of height 2 meter. Taking G is equal to 10 meter per second square, the rate of flow of water through the open hole would be nearly. നമ്മൾ പഠിച്ച ടോറിസെല്ലീസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ടാങ്കിൽ ഒരു ഹോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ ഇട്ടിരിക്കുന്ന ഹൈറ്റ് 2 മീറ്റർ ആണ്. അപ്പൊ ഹൈറ്റ് 2 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ, അതാണ് നമ്മൾ നേരത്തെ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് വോളിയം ഫ്ലോയുടെ റേറ്റ് പെർ സെക്കൻഡ്, അതാണല്ലോ റേറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് വോളിയം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഇസ് ഈക്വൽ ടു A into √2GH എന്നാണ് ഫോർമുല. AD ഇവിടെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. 2 എന്ന് തന്നിട്ടുണ്ട്. സോ പക്ഷേ അവിടെ പ്രശ്നം 2 millimeter സ്ക്വയർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയർ ആക്കാൻ 10⁻⁻6. അപ്പൊ 2 into 10⁻⁻6 into √2 into G യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? ടേക്ക് ഇറ്റ് ആസ് 10 meter per second square. ഓക്കെ, ദാറ്റ് ഈസ് 10 into H ഹൈറ്റ് അതവിടെ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് അല്ലെ, 2 meter തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 2. സോ യു ക്യാൻ റൈറ്റ് 2 into 10⁻⁻6 into 2 into 2 is 4. Then നമുക്ക് എഴുതാം 4 ന്റെ √2, so 2√10 എന്ന് കിട്ടും അല്ലെ. ഇനി നമ്മൾ 2 into 2 അഗൈൻ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും into √10 into 10⁻⁻6. ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് √10ന്റെ വാല്യൂ കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷെ √10ന് തൊട്ട് മുന്നേ ഉള്ള പെർഫെക്റ്റ് റൂട്ട് ഉണ്ട്, ദാറ്റ് ഇസ് 9. √9 എത്രയാണ്? √9 എന്ന് പറയുന്നത് 3 അല്ലെ. അപ്പൊ 4 into 3 ചെയ്താൽ എത്രയെന്ന് കിട്ടും? ദാറ്റ് ഈസ് 12 എന്ന് കിട്ടും. ഇത്രയും നമുക്ക് എന്താ എഴുതാം? 12 into 10⁻⁻6 എന്ന് എഴുതാം. ഇത് പെർഫെക്റ്റ് ആൻസർ അല്ല, പക്ഷേ ബൈ ലുക്കിംഗ് ടു ദി ഓപ്ഷൻ നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് മാറ്റാൻ പറ്റും. ബിക്കോസ് 12ൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷൻ അവിടെ തരത്തുള്ളൂ. കാരണം നമുക്ക് ഇത് കാൽക്കുലേറ്റർ ഇല്ലല്ലോ എൻട്രൻസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയർ ബൈ ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനോട് അടുത്ത് നിൽക്കുന്ന ആൻസർ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. സോ 12.6 into 10⁻⁻6 is there. ആൻഡ് നമുക്ക് ആ 12ന് അടുത്താണ് കിട്ടുന്നത്. നമുക്ക് ആ ഒരു കോമൺ സെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. 12.6 into 10⁻⁻6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ക്ലിയർ ആയി കാണും. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് എഫ്ലക്സ് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദി യൂണിറ്റ്സ്. യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് വോളിയത്തിന്റെ യൂണിറ്റ് അല്ലേ. അപ്പൊ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ വോളിയം പെർ സെക്കൻഡ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 liquids of densities ρ1, ρ2 and ρ3 with ρ1 greater than ρ2 than ρ3 having the same value of surface tension rise to the same height in 3 identical capillaries. The angle of contact θ1, θ2 and θ3 obey. അപ്പോൾ ഇവിടെ കാപ്പിലറി റൈസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ കാപ്പിലറി റൈസ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? H is equal to 2s cos theta by r rho g. This is the formula അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സർഫസ് ടെൻഷൻ സെയിം ആണ്. സോ T, അതായത് സർഫസ് ടെൻഷൻ ഈസ് സെയിം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? their height is same. So their height is same. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റും ഇതും സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്ന കേസില് നമുക്ക് ഇനി അവിടെ ബാലൻസ് ആരൊക്കെ? ഇപ്പൊ G സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സെയിം ആയേ പറ്റൂ. സോ കോസ് തീറ്റയും റോയും നമുക്ക് അവിടെ ഉണ്ട്. ആറും ഹെച്ചും എസും ആറും എല്ലാം സെയിം ആയിരിക്കും. സോ വാട്ട് ഈസ് റിമൈനിങ്? കോസ് തീറ്റ ബൈ റോ ആണ് നമുക്ക് അവിടെ ബാലൻസ് ഉള്ളത്. നോക്കൂ, ഈ ജിയും എല്ലാ ടേംസും ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെല്ലാം സെയിം ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരെല്ലാരും നമുക്ക് കോൺസ്റ്റന്റ് എന്ന് കണക്കാക്കാം. അപ്പൊ റോ തീറ്റ ബൈ റോ ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: കോസ് θ1 by ρ1 will be equal to cos θ2 by ρ2 will be equal to cos θ3 by ρ3. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ρ1 is greater than ρ2 than ρ3 എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ρ1 ആണ് വലുത്. അപ്പൊ ρ1 വലുതാണെങ്കിൽ cos θ1 വലുതായിരിക്കണം, cos θ1 വലുതായിരിക്കണം. ρ2 കുറച്ചുകൂടി ചെറുതാണെങ്കിൽ cos θ2 കുറച്ചുകൂടി ചെറുതായിരിക്കണം. ρ3 ഏറ്റവും ചെറുതാണെങ്കിൽ cos θ3 ആയിരിക്കണം ഏറ്റവും ചെറുത്. എങ്കിലേ ഈ ആൻസേഴ്സ് സെയിം ആയിട്ട് നിലനിൽക്കൂ.
അപ്പൊ അങ്ങനെയെങ്കിൽ കോസ് തീറ്റ 1 കോസിന്റെ ഒരു പ്രത്യേകത എന്താ? കോസിന്റെ ആംഗിളിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് കോസിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം കോസ് 0 ആണ് 1, കോസ് 90 0 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോസ് തീറ്റ 1 വലുതാകണമെങ്കിൽ തീറ്റ 1 ചെറുതായിരിക്കണം, അല്ലെ? തീറ്റ 2 അതിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കണം. തീറ്റ 3 എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരിക്കണം. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് 90 ആകാം. 90 ആകുമ്പോൾ അത് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. പക്ഷെ 90 ആണെങ്കിൽ പിന്നെ ആൻസറേ ഇല്ല എന്ന് പറയും. അപ്പൊ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇത് 90 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 90. ആൻഡ് ഇതെന്ന് പറയുന്നത് ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇങ്ങനെയാണ് അവിടെ റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സോ ഈ രീതിയിലുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ദി ഫോർത്ത് ഓപ്ഷൻ. 0 less than or equal to theta 1, less than theta 2, less than theta 3 and less than pi by 2. Pi by 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? സോ ഈ രീതിയിലാണ് നമ്മൾ ആ ഇക്വേഷൻ ആ ഒരു റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് യൂസ് ദി കോമൺ സെൻസ്. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ കോമൺ സെൻസ് കൂടി ഉപയോഗിച്ചാണ് അതിനകത്ത് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular film of liquid is extended from 4 cm into 2 cm to 5 cm into 4 cm. If the work done is 3 into 10 raised to minus 4 joule, the value of the surface tension of the liquid is. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന റെക്ടാംഗിൾ ഓഫ് ഫിലിം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ റെക്ടാംഗിൾ ഫിലിം എന്നൊക്കെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അങ്ങനെ റെക്ടാംഗിൾ ഫിലിമിന്റെ ഏരിയ എത്രയായിരുന്നു? ആദ്യം 4, അതായത് ലെങ്തും ബ്രെഡ്ത്തും ആണ് തന്നിരിക്കുന്നത്. 4ഉം 2ഉം ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ഏരിയ A1 എന്ന് പറയുന്നത് 4 into 2 ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. രണ്ടാമത് അതിന്റെ ഏരിയ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു, അല്ലെ? ദാറ്റ് ഈസ് 5 into 4. 5 into 4 എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് സർഫസ് ടെൻഷനും വർക്കും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ 2 into ചേഞ്ച് ഇൻ ഏരിയ. സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ 2 into ചേഞ്ച് ഇൻ ഏരിയ. സോ വർക്ക് ഡൺ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 3 into 10 raised to minus 4. So 3 into 10 raised to minus 4 divided by 2 into what is the change in area? That is 20 minus 8. ആദ്യത്തെ ഏരിയ 8, പുതിയ ഏരിയ 20. So what is the change? 20 minus 8. So ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? 3 into 10 raised to minus 4 divided by 2. What is 20 minus 8? 20 minus 8 എന്ന് പറഞ്ഞാൽ 12. പക്ഷെ 12 എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയറിലാണ് കിടക്കുന്നത്. നമുക്ക് മീറ്റർ സ്ക്വയറിലാണ് വേണ്ട. അപ്പൊ into 10 raised to minus 4. 10 raised to minus 4, 10 raised to minus 4 cancel out. Then what is remaining? 3 by 24. 3 by 24 ചെയ്തു കഴിഞ്ഞാൽ അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. കാരണം സർഫസ് ടെൻഷന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് 4ാമത്തെ ഓപ്ഷൻ 0.125 ന്യൂട്ടൺ പെർ മീറ്റർ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പൊ ഈ ഇക്വേഷൻ കൂടി ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A small sphere of radius r falls from rest in a viscous liquid. As a result, heat is produced due to viscous force. The rate of production of heat when the sphere attains its terminal velocity is proportional to. അപ്പോൾ ഇവിടെ വിസ്കസ് ഫോഴ്സ്, വിസ്കോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ടെർമിനൽ വെലോസിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഹീറ്റ് ബൈ ടൈം. സോ ഡി ഹീറ്റ് നമുക്ക് ക്യൂ എന്ന സിമ്പിൾ എടുക്കാം, അല്ലെ? ഡി ക്യൂ ബൈ ഡി ടി. അപ്പോ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ പവർ ആണ് ആക്ച്വലി. അപ്പൊ ഇവിടെ പവർ ആണ് ചോദ്യം. അപ്പൊ ഈ പവർ ചോദിച്ചിരിക്കുന്നത്, പവർ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ്. അത് കാണാനുള്ള ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. 6 pi eta into r v. ഇവിടുത്തെ v എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി തന്നെയാണ്. ഇൻറ്റു ഈ വെലോസിറ്റി ഏതാ? അതും ടെർമിനൽ വെലോസിറ്റി തന്നെ. അപ്പൊ വി ടി. അപ്പൊ നമുക്ക് എഴുതാം 6 pi eta r into vt into vt സ്ക്വയർ. ഇനി നമ്മുടെ ടെർമിനൽ വെലോസിറ്റി കാണാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. എന്താ ടെർമിനൽ വെലോസിറ്റി കാണുന്ന ഫോർമുല? ടെർമിനൽ വെലോസിറ്റി കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് vt is equal to 2r square into rho minus sigma into g by 9 eta. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ, അല്ലെ? അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എല്ലാം ആറിന്റെ ടേംസിലാണ്, പ്രൊപ്പോർഷണൽ ടു എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ഈ മറ്റ് ടേമുകളൊന്നും വേണ്ട. ഈ ആർ എന്ന് പറയുന്ന ടേമും ഇതിലെ ആർ എന്ന് പറയുന്ന ടേമും മാത്രം നമുക്ക് ഇവിടെ എടുത്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാം ഡി ക്യൂ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ഒരു ആർ ഉണ്ട്, ആർ ഇൻറ്റു വി ടി സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. വി ടിയിലുള്ളത് ആർ സ്ക്വയർ ആണ്. അപ്പൊ ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും, അല്ലെ? അപ്പൊ ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ.
What is r square the whole square? That is r into r raised to 4 ആണല്ലോ. 2 into 2 is 4. Then what is r into r raised to 4? That is proportional to r raised to 5. So r raised to 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഓപ്ഷൻ കൂടി മുൻനിർത്തി വേണം നമ്മൾ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ ചെയ്യേണ്ട നോക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പൊ നമുക്ക് സമയവും ലാഭിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A U tube with both ends open to the atmosphere is partially filled with water. Oil which is immiscible with water is poured into one side until it stands at a distance of 10 mm above the water level on the other side. Meanwhile, the water rises by 65 mm from its original level. See the diagram. The density of oil is. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു യു ഷേപ്ഡ് ട്യൂബ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ ആദ്യം വെള്ളം മാത്രമായിരുന്നു. എന്നിട്ട് ഒരു സൈഡിൽ കൂടി നമ്മൾ ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒരിക്കലും അലിഞ്ഞു ചേരത്തില്ലല്ലോ. അപ്പൊ അത് രണ്ടായിട്ട് തന്നെ നിൽക്കും. അതിനുശേഷം നമ്മൾ നോക്കിയപ്പോ വെള്ളത്തെക്കാൾ 10 mm മുകളിലാണ് നമ്മുടെ ഓയിൽ നിൽക്കുന്നത്. ആ ലെവൽ വരെയാണ് നമ്മൾ ഒഴിച്ചത്. ഇനി വാട്ടറിന്റെ ലെവൽ ഇപ്പൊ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും ഒരു കുറച്ചുകൂടി ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ ലെവലിനേക്കാൾ ഒരു എക്സ്ട്രാ ഹൈറ്റ് കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 65 mm കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഫിഗർ കൂടി വെച്ച് നമുക്കൊന്ന് പറയാം. നോക്കിക്കോ. നേരത്തെ വെള്ളം ഈ ഒരു ലെവലിലാണ് നിന്നത്. ഓക്കെ, ഇവിടെ നിന്നും നമ്മൾ ഓയിൽ ഒഴിച്ചപ്പോ ഇവിടെ നിന്നും ഒരു 65 mm ഹൈറ്റ് കൂടി വാട്ടർ കയറി. സോ 65 mm. ഇനി ഓയിൽ ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ആ ഓയിൽ കിടക്കുന്ന ലെവൽ എന്ന് പറയുന്നത് അതും ഒരു 65 mm ആണ്. അവിടെ നിന്നാണ് പിന്നെ ഓയിൽ കിടക്കുന്നത്. ഓയിൽ എന്ന് പറയുന്നത് ഇതിനേക്കാളും ഒരു 10 mm കൂടി എക്സ്ട്രാ ഉണ്ട്. 10 mm കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നൊരു സാധനം നമ്മൾ പഠിക്കുന്നതാണ്. ആ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൽ ഒരു ലെവലിലുള്ള എല്ലാ ലിക്വിഡിന്റെയും പ്രഷർ ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള പ്രഷറും ഈ പോയിന്റിലുള്ള പ്രഷർ ഒരേ ഹൈറ്റിലായതുകൊണ്ട് ഇവിടെയും അനുഭവിക്കുന്ന പ്രഷർ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടത്തെ പ്രഷറും ഇവിടത്തെ പ്രഷറും. അപ്പൊ ഇവിടെ നമ്മുടെ ഓയിലാണ്. അപ്പൊ ഓയിലിന്റെ ഡെൻസിറ്റി റോ ഒ എന്നെടുക്കാം. ഇവിടെ നമ്മുടെ വാട്ടർ ആണ്. അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റി റോ ഡബ്ല്യു എന്നെടുക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ഓയിലിന്റെ ഹൈറ്റ് എത്ര വരും? ഓയിലിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് 65 പ്ലസ് 10 അല്ലെ? 65 130 പ്ലസ് 10 ഈസ് 140 mm. ഇവിടെ വാട്ടറിന്റെ ഹൈറ്റ് പക്ഷെ എത്രയേ ഉള്ളൂ? ദാറ്റ് ഈസ് 130 mm. അപ്പൊ നമ്മൾ ഡെൻസിറ്റി കാണാൻ പ്രഷർ കാണാൻ റോ ജി എച്ച് ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. സോ റോ അത് ഏതിന്റെ റോ നമുക്ക് ഓയിലിന്റെ റോ എന്നെടുക്കാം. റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഇവിടെ എത്രയാ? 140 is equal to, then what about here ഈ സൈഡിൽ എങ്ങനെ വരും? റോ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു what is the height here? 130. സോ രണ്ടിടത്തെയും പ്രഷർ ഈക്വൽ ആണ്. ഇവിടെ ജിയും ക്യാൻസൽ ആവും. ദെൻ നമുക്ക് ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ക്വസ്റ്റ്യനിൽ ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഓയിലിന്റെ ഡെൻസിറ്റി എത്രയാണ് ചോദ്യം. സോ അങ്ങനെയെങ്കിൽ റോ ഒ കണ്ടുപിടിക്കണം. അപ്പൊ റോ ഒ ഇസ് ഈക്വൽ ടു 130 into density of water എത്ര? 10⁻³ divided by 140. സോ നമ്മൾ 0 ക്യാൻസൽ ആവും. ആൻഡ് 13/14 നമ്മളൊന്ന് ചെയ്ത് നോക്കുക. 13/14 ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് 14 അടുത്ത് നിൽക്കുകയല്ലേ 13 എന്ന് പറയുന്നത്. അപ്പൊ 1 അല്ല, അതിനേക്കാൾ കുറച്ച് താഴെ ഒരു 0.9 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ 9 എന്ന ടേമിലായിരിക്കും നമ്മുടെ ആൻസർ തുടങ്ങുക. അങ്ങനെ ഏതെങ്കിലും ഒരു ആൻസർ അവിടെ ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്ത് നോക്കാം. സോ അങ്ങനെയെങ്കിൽ 928 എന്ന് പറയുന്ന ആൻസർ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് എന്റെ ആൻസർ ആയിട്ട് 0.9 എന്ന് കിട്ടും ഇൻറ്റു 1000. 0.9 into 1000 എന്ന് പറയുമ്പോഴത്തേക്ക് 900. അപ്പൊ 900 റേഞ്ചിൽ ഏതെങ്കിലും ആൻസർ ഉണ്ടോ എന്നാണ് പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ 928 kg/m³ ഈസ് ദയർ ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയി കാണും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിയിലാണ് മോഡിലാണ് വരുന്നത് എന്നുള്ളത്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളൂ നമ്മുടെ നീറ്റ് എൻട്രൻസിന്. പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
മാക്സിമം ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, പ്രീവിയസും മറ്റു മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ. എല്ലാ ഇക്വേഷൻസും ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ച് പെട്ടെന്ന് പഠിക്കാനുള്ള രൂപത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ മാറ്റുക. സോ അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. ഒപ്പം ക്ലാസ്സുകൾ, ഇനിയുള്ള ക്ലാസ്സുകൾ മുഴുവനും കാണുക. എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യും. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആ ചാപ്റ്റർ എടുക്കുമോ, ഈ ചാപ്റ്റർ എടുക്കുമോ എന്നൊക്കെ. ഞാനൊരു എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മളൊരു ഓർഡറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ചാടിക്കേറി ഇപ്പൊ കുറച്ച് പിള്ളേർ ചോദിച്ചു ഓർഗാനിക്കിന്റെ വേഗം ഒന്ന് എടുക്കുമെന്ന്. ഓർഗാനിക്കിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അടുത്ത നമ്മള് ഡേ 9 ആക്ച്വലി ഓർഗാനിക് തുടങ്ങുന്നത്. അത് +1 ഓർഗാനിക് ആണ്. +2 ഓർഗാനിക്കിന് ഇനിയും നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അത് ഏകദേശം അവസാനത്തെ മൊഡ്യൂളുകൾ എത്തുമ്പോഴേ അത് വരത്തുള്ളൂ. പിന്നെ ചിലർക്ക് മാഗ്നറ്റിസം വേണമെന്ന് പറയും. മാഗ്നറ്റിസം ആ ഓർഡറിൽ എത്തട്ടെ, അപ്പൊ നമുക്ക് മാഗ്നറ്റിസം എടുക്കാം. എല്ലാ ചാപ്റ്ററും എടുത്തു തരും. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. ആരും അതിനൊരു തിരക്ക് കൂട്ടണ്ട. നമ്മളത് ഓർഡറിൽ എടുത്തായിരിക്കും നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സമയമുണ്ട്. നിങ്ങൾ അതിന് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടെ കാണണം. നിങ്ങൾ പരീക്ഷ കഴിയുന്നവരെയും അതിനുശേഷവും നിങ്ങളോടൊപ്പം കൂടെ കാണും.